പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള മറ്റൊരു സങ്കട കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നെന്മേനി കണ്ണൻകൊമ്പ് ലക്ഷം വീട് കോളനിയിൽ വീടെന്ന് പോലും വിളിക്കാനാകാത്ത ഒരു കൂരയിൽ നിന്ന് ഇരുവൃക്കകളും തകരാറിലായ പ്രവീൺ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സഹായം തേടുകയാണ്. കാഴ്ച പാലക്കാട് നിന്നാണ്. വീടെന്നിവർ പേരിട്ട് വിളിക്കുന്ന കൂരയിൽ നിന്ന് പ്രവീൺ എന്ന യുവാവ് സ്വന്തം ജീവന് വേണ്ടി കേഴുകയാണ്. ചെക്കാൻ പോയപ്പോഴായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ കണ്ടത്, കിഡ്നിക്ക് ഇങ്ങനെ പെട്ടെന്ന് ചുരുങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട്. ഇതിപ്പോൾ എന്താണെന്ന് ഡോക്ടർമാരുടെ ചോദിച്ചപ്പോഴായിരുന്നു ഈ ഫുഡിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഡോക്ടർ പറഞ്ഞത് അച്ഛനും അമ്മേൻ്റെ കിഡ്നിയാണ് ഇങ്ങനെ മാറ്റി വയ്ക്കുക എന്നാണ് പറഞ്ഞത്, പിന്നെ ഡയാലിസിസ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്നൊരു വഴിയില്ല. സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കാൻ ഞങ്ങൾക്ക് എന്താ ചെയ്യുക ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇരുവൃക്കകളും തകരാറിലായ 23-കാരനായ പ്രവീൺ മുൻപ് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. കിടപ്പിലായതോടെ വീട്ടിലെ അന്നം മുട്ടി. അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയായിരുന്നു. മകന് രോഗം വന്നതോടെ പണിക്ക് പോകാനാവാതായി. അവൻ്റെ കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറയണത്, അമ്മൻ്റെയോ അച്ഛൻ്റെയോ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. എനിക്കൊന്നും അറിയില്ല സാർ, ഞങ്ങൾക്ക് ഇരിക്കാനടക്കം വീടില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എൻ്റെ മകന് മാത്രം നേരെ കിട്ടിയാൽ മതി, അത് മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ. നാട്ടുകാർ പിരിവെടുത്താണ് ചികിത്സ ഒരു കണക്കിന് മുൻപോട്ട് പോകുന്നത്. വൃക്ക മാറ്റിവെക്കാൻ ചിലവ് വരുന്ന ലക്ഷങ്ങൾ താങ്ങാൻ ഈ കുടുംബത്തിനാവതില്ല. പ്രതീക്ഷ നശിക്കാതെ നവീനും കുടുംബവും കാത്തിരിക്കുകയാണ് സുമനസ്സുകളുടെ സഹായത്തിനായി. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. ഈ റിപ്പോർട്ട് നമ്മൾ സർക്കാരിൻ്റെ അധികൃതരുടെ നല്ല മനസ്സുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. ചെറുതായിട്ടൊന്ന് സഹായിച്ചാൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായേക്കും.